സ്തോത്രം സ്തോത്രം. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, 2ാമത്തെ എപ്പിസോഡ്. അപ്പോൾ സ്തോത്രം, ഈ ധനമെന്നുള്ള വിഷയം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിലൂടെ സാത്താൻ നമ്മളെ ലോക്ക് ചെയ്ത് കളയും, പൂട്ടിക്കളയും. അതുകൊണ്ടാണ് ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കണമെന്ന് കർത്താവ് പറഞ്ഞത്. ഇന്നാർക്കും വേണ്ട, ഇടുക്കുവാതിൽ ആർക്കും വേണ്ട. ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ ഇടുക്കുവാതിലൊക്കെ വലിച്ച് വലുതാക്കി ഹൈവേ ആക്കിയിട്ടിരിക്കുക. ഇങ്ങോട്ട് പോന്നോ ഈ വഴി പോന്നോ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നരകത്തിലോട്ട് പോകാമെന്നുള്ള നിലയിലാണ് അവരുടെ പോക്ക്. അതുകൊണ്ട് ജാഗ്രത, സൂക്ഷിക്കുക. വലിയ വലിയ ജനറേറ്റർ വച്ചിരിക്കുന്ന ആ ഭാഗത്ത് ഒരു അസ്ഥികൂടം വരച്ച് 2 എല്ലിൻ്റെ കഷ്ണം ഇങ്ങനെ ഇൻഡുവാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ജാഗ്രത, സൂക്ഷിക്കുക. എന്നതുപോലെ പ്രിയമുള്ളവരെ, സൂക്ഷിക്കുക. ധനം നല്ലതാണ്, ദൈവമക്കൾക്കത് ആവശ്യമാണ്. അത് അതിൻ്റേതായ നിലയിൽ നമ്മൾ വിനിയോഗിച്ചില്ലെങ്കിൽ ആ ധനം നമുക്ക് നാശത്തിന് കാരണമായി തീരും. സ്തോത്രം. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ സ്തോത്രം, പത്രോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടാളിയായ ഞാൻ. യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് കൂട്ടാളി. കർത്താവിനോട് കൂടെ നടന്ന് കർത്താവിൻ്റെ എല്ലാ കണ്ടും കേട്ടും ജീവിച്ച മനുഷ്യനാണ് പത്രോസ്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് സാക്ഷി. ഇന്ന് കഷ്ടങ്ങൾ ആർക്കും വേണ്ട, ബുദ്ധിമുട്ടുകൾ ആർക്കും വേണ്ട, ഞെരുക്കം അനുഭവിക്കാൻ തയ്യാറല്ല. പണം 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 പണം, ധനം 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 എന്ന് പറഞ്ഞ് നിൽക്കുക പാസ്റ്റർമാരും വിശ്വാസികളും. വാങ്ങി അനുഭവിച്ചോ, അവസാനം നാശത്തിലേക്ക് പോയി പതിക്കരുത്. അതുകൊണ്ട് ഈ കുഞ്ഞു ഉപദേശി ഇവിടെ ഇരുന്ന് വിളിച്ചു പറയുക, എനിക്കാരോടും വിരോധമൊന്നുമില്ല, പക്ഷെ സത്യം പറയാൻ എനിക്കൊരു മടിയുമില്ല. എല്ലാവരോടും തുറന്ന സമീപനമാണ് സത്യം പറയാൻ. നിങ്ങളിത് കേൾക്കണം, കേൾക്കാതിരിക്കരുത്. കേട്ട് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ഇടുക്കമുള്ള വഴിയിലൂടെ വന്ന് ആത്മീയ ജീവിതം നയിക്കണം. എന്നാലേ നമ്മൾ അങ്ങ് ചെല്ലത്തുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പട്ടുപോകും. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിപ്പിനെന്ന് പറയുന്നു. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടാളി. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായ കർത്താവിൻ്റെ കൂട്ടാളികളായി നമ്മളും തീരണം. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങളവൻ്റെ കാൽച്ചുവട് പിന്തുടരാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. കർത്താവ് നമുക്കൊരു മാതൃകയാണ്. കഷ്ടങ്ങളിലൂടെ തികഞ്ഞു വന്ന കർത്താവ് നമുക്കൊരു മാതൃകയാണ്. സുഖലോലുപനായി സമൃദ്ധിയിൽ ജീവിച്ചാൽ കഷ്ടതയിൽ തികയാൻ കഴിയത്തില്ല. ഇടുക്ക് വഴിയിലൂടെ യാത്ര ചെയ്താലേ നിത്യതയെ ചെന്നെത്തത്തുള്ളൂ. യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുമെന്ന് പ്രവൃത്തി 14:22 പറയുന്നു. സ്തോത്രം. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിച്ച കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളെപ്പോലെ നമ്മളുമായി തീരണം. പ്രിയമുള്ളവരെ, കഷ്ടാനുഭവത്തിന് സാക്ഷ്യം വെളിപ്പെടുവാനുള്ള തേജസ്. റോമർ 8:18 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമർ 8:18 മുതൽ വെളിപ്പെടുവാനുള്ള തേജസ്. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്. ഏദൻ പൂങ്കാവനത്തിൽ ദൈവ തേജസ്സിനാൽ നിറയപ്പെട്ട ആദാമും ഹവ്വയും അനുസരണക്കേട് കാണിച്ചപ്പോൾ അവരുടെ തേജസ് അവർക്ക് നഷ്ടമായി. ആ തേജസ്സാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ആ തേജസ് മതി, വേറൊന്നും വേണ്ട. ആ തേജസ്സിൻ്റെ ശരീരം കിട്ടിയാൽ മതി. ഇന്ന് അനുഭവിക്കുന്ന സകല കഷ്ടതകൾക്കും വിരാമം ആ തേജസ്സിൻ്റെ ശരീരത്തോടെ നമുക്ക് ലഭിക്കുമെന്ന് ഇനിയെങ്കിലും പെന്തക്കോസ്തുകാരെ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണേ. നമ്മുടെ ഈ ശരീരത്തെ കൊണ്ടൊന്ന് മോടി പിടിപ്പിച്ച് പൊട്ടിയടിച്ച് കരിയടിച്ച് എന്തൊക്കെ ചെയ്യാമോ
അതൊക്കെ ചെയ്ത് മോടി പിടിച്ച് നടക്കുന്ന ലോക മനുഷ്യരെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പെന്തക്കോസുകാരാണ്. ധനനിമിത്തം ഹൃദയം നിഗളിച്ചു, സൗന്ദര്യ നിമിത്തം ഹൃദയം നിഗളിച്ചു, അറിവ് നിമിത്തം ഹൃദയം നിഗളിച്ചു. ഇത് വചനത്തിലുള്ള കാര്യങ്ങളാണ്. എവിടെയായി വാക്യം കിടക്കണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് സ്തോത്രം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. വാട്സപ്പ് ചെയ്താൽ മതി ചോദ്യത്തിലൂടെ. ധനനിമിത്തം ഹൃദയം നിഗളിക്കും, സൗന്ദര്യ നിമിത്തം ഹൃദയം നിഗളിക്കും, അറിവ് നിമിത്തം ഹൃദയം നിഗളിക്കും. അതുകൊണ്ട് ഇന്നലെ നിങ്ങളൊരു മെസ്സേജ് കേട്ടല്ലോ, ദൈവത്തിൻ്റെ ജ്ഞാനമായ ക്രിസ്തു. നമ്മുടെ അറിവ് കൊണ്ട് ഒരു ഗുണവുമില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ അറിവാണ് യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ ജ്ഞാനമായ ക്രിസ്തു. ആ ക്രിസ്തുവിനെ അറിയുമ്പോഴാണ് ഒരുവൻ ജ്ഞാനിയാകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ 2 പറഞ്ഞത്, എനിക്ക് ക്രിസ്തുവിനെ മാത്രം അറിഞ്ഞാൽ മതി, മറ്റൊന്നും അറിയണ്ട. കുറേ അറിഞ്ഞവനാണ്, ധനാഢ്യനാണ്, PhD ബിരുദമുള്ളവനാണ്, ലോകത്തിലെ അറിവുകൾ മുഴുവൻ സമാഹരിച്ചവനാണ്, ന്യായപ്രമാണം ഗമാലിയൻ്റെ പാദപീഠത്തിൽ നിന്ന് മുടിനാരി കയറി പഠിച്ചവനാണ്. PhD ബിരുദമുള്ള അറിവ് പൗലൂസിനുണ്ട്. കരുത്തനായ പൗലൂസ്, ശക്തനായ പൗലൂസ്. ക്രിസ്തു ദർശനം ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. നമ്മുടെ പാസ്റ്റർമാർക്ക് എന്തൊക്കെ അറിയണം? ബൈബിൾ കോളേജിൽ 4-5 വർഷം ചവിട്ടി തൊഴിച്ചവനാണ് ഞാൻ. എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചേക്കുന്നത്? ലോകം മുഴുവൻ അരച്ച് കലക്കി കുടിപ്പിച്ചുകൊണ്ടിരിക്കുക ബൈബിൾ കോളേജിൽ. ഹിന്ദു മതത്തെക്കുറിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ചും ജൈന മതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും ലോകത്തുള്ള എല്ലാ മതങ്ങളെക്കുറിച്ചും ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ആഴമേറിയ അറിവ് ബൈബിൾ കോളേജുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്ത് പ്രയോജനമെന്നാണ് എൻ്റെ ചോദ്യം. കർത്താവിൻ്റെ സാക്ഷിയാകാനായിട്ട് കർത്താവ് എന്താ പറഞ്ഞേ? കർത്താവിൻ്റെ സാക്ഷിയാകാൻ പറഞ്ഞ എന്താ? നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തിന് വേണ്ടി കാത്തിരിക്കണം. കാത്തിരുന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, പ്രവൃത്തി 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ ജ്ഞാനവും ആത്മഫലങ്ങളും ആത്മവരങ്ങളുമാണ് ഒരു ശുശ്രൂഷകന് അത്യന്താപേക്ഷിതം. ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല. ലോകത്തിൻ്റെ ജ്ഞാനമൊക്കെ നമ്മൾ പ്രാപിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും സുവിശേഷ വേല ചെയ്യാനായിട്ട് ആരും നോക്കരുത്. അതാ ഇന്ന് സുവിശേഷകോളം തകർന്ന് തരപ്പണമായി ജീർണിച്ച് കിടക്കുന്നതിൻ്റെ കാര്യം. പ്രസംഗങ്ങളുണ്ട്, പ്രബോധനങ്ങളുണ്ട്, പാട്ടുണ്ട്, കൂത്തുണ്ട്, നൃത്തമുണ്ട്, ഡാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആത്മീയത എവിടെ? എല്ലാവരും കൂടി ചേർന്ന് ആത്മീയതയെ കുഴിച്ചു മൂടിയില്ലേ? ആത്മീയന്മാരെവിടെ? ഏലിപുരോഹിതന്റെ മക്കൾ ഫിനെഹാസും ഒപ്നിയും പാപം ചെയ്തപ്പോൾ ദൈവരെ കൊന്നുകളഞ്ഞു. സുവിശേഷ വേല ചെയ്ത് അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്ത് അവസാനം ഏലിപുരോഹിതൻ എന്താ പറ്റി? കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് പുറകോട്ട് വീണ് പെടലി ഒടിഞ്ഞ് ചത്തു. എന്താ കാര്യം? സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ സഹോദരിമാരോട് അവിഹിതമായി ഇടപെട്ട് അത് കണ്ടും കേട്ടും പോയ ഏലിപുരോഹിതൻ മക്കളെ ശാസിച്ച് അമർച്ച ചെയ്യാത്തത് കൊണ്ട് ആ പുരോഹിതനെയും ദൈവം കൊന്നുകളഞ്ഞു. പെട്ടകം പിടിക്കപ്പെട്ടു. ഫിനെഹാസിൻ്റെ ഒഫ്നിയുടെയൊക്കെ ജീവിതം അതോടെ തീർന്നു. ഫിനെഹാസിൻ്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞൊരു വാക്യം കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ഈഗോബോധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വസിച്ച പെട്ടകം ശത്രുക്കളാൽ പിടിക്കപ്പെട്ടപ്പോൾ ഫിനെഹാസിൻ്റെ ഭാര്യ പ്രസവവേദന ഒന്ന് പ്രസവിച്ചു. ആ കുഞ്ഞിനവൾ ഈഗോബോധ് എന്ന് പേരിട്ടു. പഴയ നിയമമാണ് കേട്ടോ, പഴയ നിയമം അറിയില്ലെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. പഴയ നിയമമൊക്കെ ഞങ്ങൾ അത്യാവശ്യം പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞിനവൾ ഈഗോബോധ് എന്ന് പേരിട്ടു. എന്താ കാര്യം? മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു കുഞ്ഞിനവൾ ഈഗോബോധ് എന്ന് പേരിട്ടു. ഇന്നത്തെ പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ മുഴുവൻ മഹത്വം പോയി ഈഗോബോധാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത്. ഗലാത്യ ലേഖന ഭാഷയിൽ പറഞ്ഞ വീണ്ടും ജനനം പ്രാപിച്ച് വരുന്നതൊക്കെ
ആഗാറിന്റെ സന്തതികളാ. വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളൊന്നും ഇല്ലെന്ന്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ മൂട്ടിൽ വന്ന് പാപമോചനം പ്രാപിച്ച് യേശുവിൻ്റെ പാപത്തിനുള്ളിൽ മരിച്ചുവെന്ന് ഹൃദയം നുറുങ്ങി ദൈവത്തിൽ വന്ന് പാപം ഏറ്റുപറഞ്ഞ് കർത്താവിനെ കർത്താവുമായി സ്വീകരിച്ച് കർത്തൃത്വം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്ത് പാപമോചനം പ്രാപിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവമക്കളായി തീരുന്ന അനുഭവങ്ങൾ ഇന്ന് വളരെ വിരളമാണ്. മുഴുവൻ കളകളാണ് സഭയിൽ കിടക്കുന്നത്. സഭ മുഴുവൻ കള കൊണ്ട് നിറഞ്ഞു കിടക്കുക. ഇത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. സഭകൾ രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് വരുന്ന മുഴുവൻ കളകളാണ്. ഈ കളകളെ എന്തു ചെയ്യും? ലോകാവസാനത്തെങ്കിൽ ദൂതന്മാർ പറിച്ചു കൂട്ടി തീയിലിട്ട് ചുട്ടുകളയും. നല്ല മണികളെ എന്തു ചെയ്യും? പാണ്ഡികാശാലയിലേക്ക് ചേർക്കാനിടയായിത്തീരും. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നൊരു പ്രസ്താവനയുണ്ട്. ഞാനത് നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം. 2 സുവിശേഷങ്ങളിൽ ആ വേദഭാഗങ്ങളുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് എന്ന വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 3:12. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിരുകളായ കളകളെ എന്തു ചെയ്യും? തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ലൂക്കോസ് 3:17 ആ വാക്യമുണ്ട്. ഇതൊക്കെ ശുശ്രൂഷകന്മാരും വചനം പഠിക്കുന്നവരൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ചിന്ത. ലൂക്കോസ് 3:17 അവന് വീശുമുറം കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഏതാണ് ഗോതമ്പ്? നിറമണികളായ ഗോതമ്പ്. പാണ്ഡികാശാലയിലേക്ക് ചേർക്കാൻ പറ്റുന്ന നിലവാരത്തിലുള്ള വിശ്വാസികൾ. സ്തോത്രം. കളത്തെ മുറ്റും വെടിപ്പാക്കാൻ ദൈവപുത്രൻ വരുന്നു. നിറമണികളായ ഗോതമ്പുകളെ പാണ്ഡികശാലയിലേക്ക് അല്ലെങ്കിൽ നിത്യതയിലേക്ക് ചേർക്കപ്പെടുകയും കളകളെയും പതിരുകളെയും എന്തു ചെയ്യും? കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഇത് സംഭവിക്കാൻ പോവുക. കർത്താവ് പറഞ്ഞ മഹത്തരമായ സത്യമാണ്. ഇത് കളകളാ പെരുകി കിടക്കുന്നേ. ഇലക്ഷൻ നടത്തുമ്പോൾ അടി നടത്തുന്ന പിന്നെ കളകളല്ലാണ്ട് നല്ല വിശ്വാസികളാണോ? നല്ലൊരു ശതമാനം കളകളായിപ്പോയി. നിർമ്മലമായ സുവിശേഷ സത്യങ്ങൾ ബലികഴിക്കപ്പെട്ടു. യഥാർത്ഥ സുവിശേഷത്തിൻ്റെ മഹത്വം സഭകളിൽ നിന്ന് നഷ്ടപ്പെട്ടു. സുവിശേഷ സത്യങ്ങളെ ബലികഴിച്ചു പോകുന്ന വിശ്വാസ സമൂഹമാണ്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തു നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തലന്മാർ പറഞ്ഞ സുവിശേഷത്തിൻ്റെ ഒരു വള്ളി പോലും ഒരു പുള്ളി പോലും അതിൻ്റെ അർത്ഥങ്ങളൊന്നും മാറ്റപ്പെടാതെ അതങ്ങനെ തന്നെ ആ സുവിശേഷം ജനത്തിന് കിട്ടണം. അല്ലെങ്കിൽ അവർ ശപിക്കപ്പെട്ടവരാ. ഇപ്പോൾ ഈ ശാപത്തെക്കുറിച്ച് അറിയത്തില്ല. കർത്താവിൻ്റെ വരവിൽ അവർ കൈവിടപ്പെട്ടു പോവും. അപ്പോഴാണ് അവരത് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ മുൻ പറഞ്ഞ പോലെ പിന്നെയും പറയുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് കാണുന്ന വ്യാജ സുവിശേഷകന്മാരെ, ഭൗതികം കൊയ്തെടുക്കാൻ വേണ്ടി നടക്കുന്ന വ്യാജ സുവിശേഷകന്മാർ, കള്ളപ്രവാചകന്മാർ നമ്മൾ തിരിച്ചറിയണം. അതിനെന്ത് ചെയ്യണം? തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയണം. വചനം വായിച്ച് പഠിക്കാനും ദൈവശക്തി ഗ്രഹിക്കാനും കഴിയുന്ന വിശ്വാസികൾ ഇന്ന് ഭൂമിയിലുണ്ടോ? ഇല്ല. എല്ലാവരും ഫോണിലും ബൈബിളും കയറ്റി നടപ്പുണ്ട്. ഇപ്പോൾ സഭായത്തിന് ബൈബിൾ കൊണ്ടുപോകത്തില്ല, ഫോണും കൊണ്ടാ പോകുന്നത്. ഫോണിലാണ് ജീവിതം. ഫോണ് തീർന്ന് സ്തോത്രം. ആ നിലവാരത്തിലേക്ക് എത്തി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാം മിതമായി നമ്മൾ ഉപയോഗിക്കുകയും എല്ലാം മിതമായി നമ്മൾ കൈകാര്യം ചെയ്യുകയും ചെയ്യണം. ആവശ്യത്തിന് മാത്രം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം. അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്.
നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും നമ്മുടെ വിശുദ്ധ ജീവിതവും കവർന്നെടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ആരും മൊബൈൽ ഫോണും ലാപ്ടോപ്പും മറ്റു സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. ഇതൊരു ദൈവദാസന്റെ താക്കീതായിട്ട് നിങ്ങൾ എടുക്കുക. ഇല്ലെങ്കിൽ എന്തോ പറ്റും, അടിപടലം നമ്മൾ തെറ്റിപ്പോവും. സാത്താൻ നമ്മളെ ചതിച്ചു കളയും, വഞ്ചിച്ചു കളയും. ഹല്ലേലൂയ. റോമാലേഖനത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. സ്തോത്രം. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോൾ പത്രോസ് പറഞ്ഞത് എന്താ? ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ. ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? നമ്മിൽ വെളിപ്പെടുവാനുള്ള, പുതിയ നിയമസഭയെക്കുറിച്ച് പറയുക, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പം നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണാൻ കഴിയണമെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ലോകത്തിൻ്റെ ചപ്പും ചവറും അശുദ്ധിയും കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഈ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ നേരമുണ്ടോ? ആ തേജസ്സിനെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്ന ഈ പരിശോധനകളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വലിയ ആന പോലെ നമുക്ക് തോന്നും. അങ്ങനെ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ നമ്മൾ തകർന്ന് തരിപ്പണമായി പോകാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രൂപാന്തര ശരീരത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. ഇടയ്ക്കിടയ്ക്ക് നിത്യതയെക്കുറിച്ച് ചിന്തിക്കണം. ഇടയ്ക്കിടയ്ക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇടയ്ക്കിടയ്ക്ക് ദൈവരാജ്യം, സ്വർഗരാജ്യം, കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും രൂപാന്തര ശരീരത്തെക്കുറിച്ചും പുതിയ ആകാശം പുതിയ ഭൂമിയെക്കുറിച്ച് വചനത്തിലൂടെ വായിച്ച് ധ്യാനിച്ച് പോകുന്നവരായി നമ്മൾ തീർന്നില്ലെങ്കിൽ സാത്താൻ നമ്മളെ ലോക്ക് ചെയ്ത് കളയും, അടിപടലം പൂട്ടിക്കളയും. ഇതിപ്പോൾ വിശ്വാസികളെ ഒട്ടുമുക്കാലും കുഴപ്പിച്ചിട്ടിരിക്കുക, സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുക. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് അഭിഷേകമൊക്കെ പ്രാപിച്ച് പണ്ടങ്ങാണ്ടിലൊക്കെ അതൊക്കെ കൊണ്ടേ കുത്തി കലക്കി നശിപ്പിച്ച് ഇപ്പം ചുമ്മാ കുറേ പാട്ടും കൂത്തുമായിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ക്രിസ്ത്യ ജീവിതത്തിൽ യാതൊന്നും എടുത്തു പറയാനില്ല, പ്രത്യാശയില്ല, സന്തോഷമില്ല, സമാധാനമില്ല, യാതൊന്നുമില്ല. എന്താ കാര്യം? ആത്മീകമായി വളരെ പുറകോട്ട് പോയി. അതുകൊണ്ട് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എത്ര മനോഹരമാണ്! സൃഷ്ടി ദൈവത്തിൻ്റെ ദ്രവ്യത്വത്തിൻ്റെ ദാസത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ. സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവിടിരിക്കുന്നു നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് നടന്നിരിക്കുന്നത്, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ശരീരം പാപജടത്തിലും പാപലോകത്തിലും പിശാചിൻ്റെ ഭരണസീമയ്ക്കുള്ളിലാണ് നമ്മളായിരിക്കുന്നത്. സർവ്വലോകവും ദുഷ്ടപിശാചാണ് ഭരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ സകല സംവിധാനങ്ങളിലും പിശാചിൻ്റെ കൈകടത്തലുകളുണ്ട്. അത് രാഷ്ട്രീയത്തിലുണ്ട്, മതത്തിലുണ്ട്, എല്ലാ കാര്യങ്ങളിലും അതുണ്ട്. അത് തിരിച്ചറിയണമെങ്കിൽ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിയണം. അല്ലാതെ യാതൊരു വഴിയുമില്ല. പാസ്റ്റർമാർ അതൊന്നും പറഞ്ഞു തരത്തില്ല. നല്ലൊരു ശതമാനവും അവർക്ക് അനുഗ്രഹം, നന്മ, വിടുതൽ, ഇതാണ് അവരുടെ പദം. അതുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. വചനം ആഴത്തിൽ പഠിക്കണം, ആഴത്തിൽ ഗ്രഹിക്കണം. സ്തോത്രം. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമം ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്തിൻ്റെ കാത്തുകൊണ്ട് ഉള്ളിൽ നിറങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ഒരു പ്രത്യാശ ഉണ്ടെന്നാണ് അവിടെ പറയുന്നത്. കാണുന്ന പ്രത്യാശയല്ല. അപ്പോൾ ഈ കാണുന്നതൊന്നിലും പ്രത്യാശ വയ്ക്കരുതെന്നതിൻ്റെ അർത്ഥം. നാം ഒരുത്തൻ കാണാത്തതിനായി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. ഈ കണ്ടുകൊണ്ട് കാണുന്നതെല്ലാം മായയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോളമൻ എഴുതിയ പുസ്തകം ഞാൻ വായിച്ച് പഠിച്ചപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് മുഴുവൻ എഴുതി വച്ചിരിക്കുന്നു, മായ മായ മായ. എത്ര പ്രാവശ്യം എഴുതി വച്ചേക്കുന്നു? എത്രയോ പ്രാവശ്യം എഴുതി വച്ചിരിക്കുക. സകലതും മായ, ഓൾ വാനിറ്റി, മുഴുവൻ മായ. നമ്മൾ ഈ മായയുടെ പുറകെ പോകുന്നേ. ഇന്ന് കാണുന്ന ഈ മായയുടെ പുറകെ പോവുകയാണ്. പാട്ടൊക്കെ പാടും, മായയായ ലോകം
മാറി നിഴൽ പോലെ. മായയിൽ നിന്ന് വിട്ടുവരാൻ നമുക്ക് മനസ്സില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മായായ ലോകത്തിൻ്റെ പിറകെ പോകാതെ സ്വത്രം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം നമുക്ക് എടുക്കാം. എടുത്ത അതിൽ എൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ സ്തോത്രമുണ്ട്. മായയെക്കുറിച്ച് പറയുന്ന വേദഭാഗങ്ങൾ വളരെ ശക്തമായി പഠിപ്പിക്കുന്നു സോളമൻ. സ്തോത്രം. സഭാപ്രസംഗി അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ വ്യക്തമായി കൃത്യമായി പൗലോസ് പറയുന്നുണ്ട്, സോളമൻ പറയുന്നുണ്ട്. അല്ല, 2-ാം വാക്യത്തിൽ മായ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഹാ മായ മായ. സഭാപ്രസംഗിയുടെ പുസ്തകം തുടങ്ങുന്ന ആ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ 4 പ്രാവശ്യം പറയുന്നുണ്ട് മായ മായ മായ. എത്രയോ പ്രാവശ്യം പറയുന്നുണ്ട്. 32ഓളം പ്രാവശ്യം സഭാപ്രസംഗിയുടെ 12 അധ്യായങ്ങളുള്ള ഈ കൊച്ചു പുസ്തകത്തിൽ സ്തോത്രം സോളമൻ പറയുകയാണ്, സകലതും മായ, സകലതും മായ, സകലതും മായ. അവസാനം പറയുന്നു, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. അവൻ സകലതും നല്ലതുമായ തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നുവല്ലോ. 12-ന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, പൊടി കൊണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകും. ആ മായ മായ, സകലതും മായയത്രേ എന്ന് സഭാപ്രസംഗി പറയുന്നു. നിന്റെ യൗവനകാലത്തിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന കാലം സമീപിക്കുകയും ചെയ്യും. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുന്ന കാലം ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യുന്നതിന് മുൻപ് തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും, കിളിവാതിലൂടെ നോക്കുന്നവർ അന്ധന്മാരാകും, തെരുവിലെ കഥകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകും, പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതി ഉള്ളതായി തോന്നും, ഗതാവൃക്ഷം പൂക്കും, തുള്ളൻ എഴുതി നടക്കും, രോചനക്കുരു ഫലിക്കാതെ വരും, മരുന്ന് ഫലിക്കാതെ വരുന്ന കാലം. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, 33 പ്രാവശ്യം സോളമൻ എഴുതിയ സഭാപ്രസംഗി എന്ന പുസ്തകത്തിൽ, 12 അധ്യായമുള്ള പുസ്തകത്തിൽ 33ഓളം പ്രാവശ്യം ഓൾ വാനിറ്റി, മായ 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 എന്ന് സോളമൻ പറയുക. എന്നാൽ പത്രോസ് പറയുന്നു, പൗലോസ് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്, യഥാർത്ഥ തേജസ് വെളിപ്പെടാൻ പോകുകയാണ്. ആദാം നഷ്ടപ്പെടുത്തിയ തേജസ് വെളിപ്പെടാൻ പോകുകയാണ്. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, ആ തേജസ്സിന് വേണ്ടി, തേജസ്സിൻ്റെ ശരീരത്തിന് വേണ്ടി കാത്തിരിക്കാം നമുക്ക്. 1 യോഹന്നാൻ 3:2 പ്രിയമുള്ളവരെ, നാം ഇന്നതാകും ഇതിൽ പ്രത്യക്ഷമായില്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. അവരിൽ പ്രത്യാശയുള്ളവരെല്ലാം നിർമ്മലരായിരിക്കും, തന്നെ നിർമ്മലീകരിക്കുന്നു. യേശു ക്രിസ്തുവിന് കിട്ടിയിരിക്കുന്ന രൂപാന്തര ശരീരം എനിക്ക് കിട്ടാൻ പോവുക. അതാണ് എൻ്റെ പ്രത്യാശ. എൻ്റെ ശരീരം മുഴുവൻ രോഗം കൊണ്ട് നിറഞ്ഞിരിക്കുക. അവിടെ വേദന, ഇവിടെ വേദന, സർവത്ര വേദന. വേദനയോടുകൂടി ഓരോ ദിവസവും തള്ളി നീക്കി മുമ്പോട്ട് പോവുകയാണ്. അപ്പം ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിക്കും, എന്നാണ് ഈ വേദന തീരുന്നത്? അതെ, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ, അല്ലെങ്കിൽ മരണത്തോടെ. ഈ ഭൂമിയിൽ നമുക്ക് വേദനയുണ്ട്, കഷ്ടങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവാൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. കഷ്ടങ്ങൾ ഒരു വിശുദ്ധന്, ഒരു വിശുദ്ധയ്ക്കുണ്ട്. കഷ്ടത ഇല്ലെങ്കിൽ സാത്താൻ നിന്നെ ലോക്കി, നിന്റെ നിത്യത ലോക്കി കളയും, യാതൊരു സംശയമില്ല. കാരണം കഷ്ടങ്ങളിലൂടെയാണ് തികഞ്ഞു വരുന്നതെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. പൗലോസിൻ്റെയും പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും യൂദയുടെയും പഠിപ്പിക്കലും മനസ്സിലാക്കിയ വിശ്വാസികളുണ്ടോ എന്ന് നമുക്കുള്ള ഉപദേശം നമ്മൾ പഠിപ്പിക്കുക സഭയെ. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം എന്ന നിലയിൽ ഈ പ്രമാണം സഭയെ പഠിപ്പിക്കേ.
പഠിപ്പിക്കുമ്പോഴേ നമുക്കും അത് മനസ്സിലാകത്തുള്ളൂ. എൻ്റെ ചപ്പും ചവറും പറഞ്ഞുകൊണ്ടിരിക്കാതെ വായി വരുന്ന കോതയ്ക്ക് പാട്ടെന്നുള്ള നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുക ഇന്ന്. അതുകൊണ്ട് ഉപദേശ സഭയ്ക്ക് കിട്ടുന്നില്ല. പുതിയ നിയമസഭയുടെ ഉപദേശം ലേഖനങ്ങളിലാണ് കിടക്കുന്നത്. ആ ലേഖനങ്ങൾ തന്നെ പഠിപ്പിക്കണം. ഇപ്പൊ പഴയ നിയമം എത്രയോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ബുദ്ധിപദേശത്തിന് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നേ. 1 കൊരിന്ത്യർ 11 അതാ പറയുന്നത്. പഴയ നിയമം ബുദ്ധിപദേശമായിട്ട് തന്നിരിക്കുന്നു. ഇപ്പൊ ബുദ്ധിപദേശം എടുത്ത് പ്രസംഗിച്ചിട്ട് പുതിയ നിയമത്തെ കൊണ്ട് തോട്ടിക്കളഞ്ഞിരിക്കുക. അടിപടലം നമ്മൾ തെറ്റിക്കിടക്കുക. ഇവൽക്കാലം മടങ്ങുക, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് മടങ്ങുക, ശിഷ്യന്മാർ പറഞ്ഞ ആ വിഷയത്തിലേക്ക് മടങ്ങുക, ശിഷ്യന്മാരുടെ ജീവിത രീതികളിലേക്ക് മടങ്ങുക, ആ ഉപദേശത്തിലേക്ക് മടങ്ങുക, ആ തിരുവചന സത്യങ്ങളിലേക്ക് സഭകൾ മടങ്ങി വരട്ടെ, വ്യക്തികൾ മടങ്ങി വരട്ടെ. അല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല പ്രിയമുള്ളവരെ. 70-80 സംവത്സരം കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്ത് മാറ്റപ്പെട്ട് കർത്താവിൻ്റെ വരവിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നിത്യത പ്രാപിക്കാനുള്ള യോഗ്യത ഇല്ലാത്ത നിലയിലാണ് നമ്മൾ ലോകത്തുനിന്ന് പോകുന്നതെങ്കിൽ ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് ചെയ്ത പാപങ്ങളും കുറ്റങ്ങളെല്ലാം കാണിച്ച് സാത്താനും എൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിലേക്ക് പെടലി പിടിച്ച് തള്ളിക്കളയും നമ്മളെ. മനസ്സിലായോ? അതൊക്കെ വചന ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് ഞാൻ വേദനയോടെ ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. സ്വത്രം നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് കൂട്ടാളിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. ആട്ടിൻകൂട്ടത്തെ മേയിക്കാൻ നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയും യുമല്ല, ഉന്മേഷത്തോടും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടുമല്ല. പിന്നെ ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ദൈവമക്കൾക്ക് മാതൃകയായി അധ്യക്ഷത ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് മാറിപ്പോവുക. അധികം ദൈവകോപം വലിച്ചു വലിക്കാതിരിക്കുക. മാതൃകയുള്ളൊരു ജീവിതം നയിക്കണം. ഇന്ന് മാതൃകയുള്ള സുവിശേഷന്മാർ കുറഞ്ഞുപോയി. അമാതൃക കൊണ്ട് നിറഞ്ഞു കിടക്കുക ആത്മീയകോളം. ഒന്നാമത് ദൈവവചനം അതിൻ്റെ വ്യവസ്ഥാപിതമായി പഠിപ്പിക്കുന്നില്ല. രണ്ടാമത് ദ്രവ്യാഗ്രഹം മൂത്തിരിക്കുക. 3 കസേരയ്ക്ക് കയറിയിരിക്കുക. 3 കാര്യങ്ങളാണ്. കസേര മതി, സ്ഥാനം മതി, മാനം മതി. ഇടയ്ക്കിടയ്ക്ക് പാടുകയും ചെയ്യും. സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ മേലുള്ളൊരുശലെ നിത്യഗേഹം യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. യേശുവിന് വേണ്ടി ആരും യുദ്ധമൊന്നും ചെയ്യണ്ട. പിശാച് നിന്റെ വിക്കറ്റ് കൊണ്ട് പോകാതിരിക്കാൻ പിശാചിനോട് നീ യുദ്ധം ചെയ്യും. ലോകത്തോടും ജഡത്തോടും പിശാചിനോട് യുദ്ധം ചെയ്യും സഹോദരങ്ങളെ. യേശുവിന് വേണ്ടി യുദ്ധം ചെയ്യാറുണ്ട്. യേശുവിനറിയാം യുദ്ധം ചെയ്യാൻ. യേശുവിന് വേണ്ടി നീ യുദ്ധം ചെയ്യണ്ട. നീ ലോകത്തോടും ജഡത്തോടും പിശാചിനോട് യുദ്ധം ചെയ്ത് നീ വിജയിക്കും. വിജയശ്രീയിൽ ആളുകൾ അടിക്കും. അല്ലെങ്കിൽ നിന്റെ വിക്കറ്റ് കൊണ്ട് സാത്താൻ പോകും. യേശുവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ തുടങ്ങിയ പാട്ടൊക്കെ പലതും തിരുത്തേണ്ട കാലം അതിക്രമിച്ചു. ഞങ്ങളുടെ കവലദാസൻ പലപ്പോഴും പാട്ടുകൾ തിരുത്തുമാണ്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്. അപ്പോൾ ഈ 2 പദത്തെ പുള്ളി തിരുത്തിയപ്പോഴാണ് മനസ്സിലായത് അതിലെ പൊട്ടത്തരം എന്താണ്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചെന്നല്ല, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു എന്ന് പാടണമെന്ന് പറയും പുള്ളി. അപ്പോഴാണ് ആ പാട്ടിൻ്റെ പൊട്ടത്തരം മനസ്സിലായത്. നമ്മളിപ്പോൾ വല്ലവരും എഴുതി വെച്ചേക്കുന്നതൊക്കെ ചുമ്മാ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. കോടിക്കണക്കിന് സമ്പാദിച്ചു വെച്ചിട്ട് ചുമ്മാ ഇരുന്ന് പാടുക. ദൈവസന്നിധിയിൽ അസത്യം പാടാനായിട്ട് നാണമില്ലേ? നമുക്ക് ലജ്ജയില്ലേ? അങ്ങനെയുള്ള പാട്ടുകൾ പാടരുത്. കർത്താവിൻ്റെ ശിഷ്യന്മാരെ പോലെ ആത്മീക സമ്പത്ത് പ്രാപിച്ചവർ, വിശ്വാസത്തിൽ സമ്പന്നരായവർ, പ്രത്യാശയുടെ സമൃദ്ധിയുള്ളവർ, സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായവർ, സന്തോഷ സമൃദ്ധിയുള്ളവർ, നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധി ലഭിച്ചവർ, ആത്മീക സമൃദ്ധിയിൽ നിൽക്കുന്നവർ, അവർ പാടണം എൻ്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ. ചുമ്മാ കിടന്ന് പാടിയിട്ട് എന്താ കാര്യം? നാട്ടുകാരെ കേൾപ്പിക്കാൻ. നാണം കെട്ട രീതി ഇനിയെങ്കിലും നിർത്തിക്കോ.
വചനത്തിന് വിരുദ്ധമായി നമ്മളൊന്നും ചെയ്യരുത്. സമ്പത്താണ് കർത്താവെങ്കിൽ കർത്താവിനെ സമ്പത്തായിട്ട് കണ്ടുകൊണ്ട് പാടണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളി. ഈ ആട്ടിൻകൂട്ടത്തെ എങ്ങനെയാ മയിക്കുന്നത്? ഉപദേശം നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. എബ്രായ ലേഖനം 13 അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ആ വാക്യം നമുക്ക് കിട്ടുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. എബ്രായ ലേഖനം 13 അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിച്ചാട്ടെ. 13:7. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ഓ, എത്ര മനോഹരമായൊരു വാക്യം! നിങ്ങളെ ദൈവവചനം പ്രസംഗിച്ച് നടത്തണം. പാസ്റ്റർമാരെ, അവിടെ സ്വോത്രാഴ്ച മേടിച്ച് നിങ്ങൾ അനുഭവിച്ചോ? ഒരു കുഴപ്പമില്ല. ആടുകളെ നടത്തുന്നവൻ ആടുകളുടെ പാല് കൊണ്ട് ഉപജീവിക്കണം. പക്കയാണ് വചനം. പക്ഷെ അവരെ എന്താ ചെയ്യുന്നത്? വചനം പ്രസംഗിച്ച് നടത്തണം. ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നത് വചനം മേയിപ്പിച്ചാണ്. 66 പുൽമേടകളിൽ നിന്ന് അവർക്ക് എടുത്തു കൊടുക്കണം. ആ പഴയ നിയമം ബുദ്ധിപദേശമായിട്ടും പുതിയ നിയമം അനുസരിക്കാനായിട്ടും അവർക്ക് എടുത്തു കൊടുക്കണം. അവരെ ഗ്രഹിപ്പിക്കണം. ഒന്നാമത് ആദ്യം ഒരു 1000 പ്രാവശ്യം വരുന്ന പുതിയ നിയമം വായിക്കേ, കുറഞ്ഞതെങ്കിൽ. ഞാനിപ്പോഴും പുതിയ നിയമം കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. മത്തായിട്ട് വെളിപ്പാട് വരെ വായിക്കും, പിന്നെയും മത്തായിട്ട് വെളിപ്പാട്. കാരണം കുറേ പ്രാവശ്യം വായിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുക. എത്ര വായിച്ചാലും മതിയാകത്തില്ല, എത്ര വായിച്ചാലും കുതിരത്തില്ല. അതുപോലെ കർത്താവിൻ്റെ വചനങ്ങൾ. ഇടയ്ക്കൊരു ഹിന്ദു സഹോദരൻ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. പഴയ നിയമം ബൈബിള് സൂക്ഷ്മതയോടെ വായിച്ചാൽ ഇതൊരു വിശുദ്ധ ഗ്രന്ഥമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം അവരത് ജഡത്തിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്. കാരണം അതിലെ വിഷയങ്ങൾ അങ്ങനെ കിടക്കുകയാണ്. അതെല്ലാം കർത്താവ് തിരുത്തി തന്നല്ലോ നമുക്ക്. മത്തായി 5 പഴയ നിയമം തിരുത്തി തരുന്നു. ഞാനോ നിങ്ങൾ പറയുന്നു, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്, ഞാനോ നിങ്ങൾ പറയുന്നു. മത്തായി 5, 6, 7 ഗിരിപ്രഭാഷണം ഒരാഴ്ചയിൽ ഒരു ദിവസം വെച്ച് ശിഷ്യന്മാരും വിശ്വാസികളും വായിച്ച് പഠിക്കണം. അപ്പോഴാണ് പുതിയ നിയമത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. എനിക്കിത് പറയാനേ പറ്റത്തുള്ളൂ. ഞാനിത് ചെയ്യുന്നുണ്ട്. എന്നാലാവുന്നോളം ഞാൻ പുതിയ നിയമം വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ വചനം വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനുള്ള കൃപ തരണമേ എന്ന് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, വചനം പ്രസംഗിച്ചവരെ നടത്തുക. സ്തോത്രം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവിടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് വരിക. അതെന്താന്ന് നമുക്ക് നോക്കാം. യെരമ്യാവ് ഇന്ന് ലഘുചികിത്സ നടത്തിക്കൊണ്ടിരിക്കുക എന്നാണ് കർത്താവ് പറയുന്നേ. ലഘുചികിത്സ, ഷോർട്ട് ട്രീറ്റ്മെൻറ്റ്. അതായത് ഇരുമ്പ് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ചുക്ക് കഷായം കുടിച്ചാൽ കാര്യം നടക്കുമോ? ഇല്ല. അതിനെന്ത് വേണം? നല്ല കട്ടിയായ ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. വിസ്മയവും ഭയങ്കരവുമായത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ചേർന്ന് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിന് അത് ഇഷ്ടമാകുന്നു. സ്തോത്രം. ദൈവമക്കളെ, ഇന്നത്തെ പോക്ക് ഒരു വല്ലാത്ത അപകടം നിറഞ്ഞ സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘു ചികിത്സിക്കുന്നു. ലഘു ചികിത്സ നടന്നുകൊണ്ടിരിക്കുക ഇന്ന്. ഹല്ലേലൂയ. ലഘു ചികിത്സയാണ് എല്ലായിടത്തും നോക്കിയാലും, എവിടെ നോക്കിയാലും ലഘു ചികിത്സയാണ്. സ്തോത്രം.
ഞാനതോർത്ത് ദൈവസന്നിധിയിൽ വിലപിക്കുകയാണ്. സ്തോത്രം. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് എടുത്തു തരാം. എനിക്ക് എന്നെ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ദൈവം എന്നോട് ഇടപെട്ട ഒരു മനോഹരമായൊരു സബ്ജക്റ്റാണ് ഈ ലഘുചികിത്സ എന്നുള്ളത്. ലഘുചികിത്സ. യെരമ്യാ പ്രവചനം അതിൻ്റെ ഹല്ലേലൂയ 2-3 ഭാഗങ്ങളിൽ ഈ ഭാഗം വ്യക്തമായി പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 13-14 അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു. നമ്മളെക്കുറിച്ചല്ല കേട്ടോ. നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ആരും വിഷമിക്കണ്ട. നമ്മളൊക്കെ ഏകദേശം അതുപോലെയൊക്കെയായി ഒട്ടുമുക്കാലും. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ലഘുവായി ചികിത്സിക്കുന്നു. ഓ, എന്തോ ഒരു ഭയങ്കരം. സ്തോത്രം. യെരമ്യാവ് 8:10-11 അത് തന്നെ പറയുന്നു. സമാധാനമില്ലാതിരിക്കെ അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ലഘു ചികിത്സ. ദൈവമക്കളെ, എന്തായി എഴുതി വച്ചേക്കുന്നേ? വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യങ്ങളാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. ലഘു ചികിത്സ നടന്നുകൊണ്ടിരിക്കുക. ലഘു ചികിത്സ. സ്തോത്രം. യെരമ്യാവ് സ്തോത്രം 8-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. സ്തോത്രം. ലഘുചികിത്സ. ലഘുചികിത്സ. കാര്യങ്ങൾ വെളിപ്പെടുത്താതെ ചുമ്മാ വകഞ്ഞു പിടിക്കുക. നിസ്സാരവൽക്കരിച്ച് കളയുക. വിശ്വാസികളെ വകഞ്ഞു പിടിച്ച് കൂട്ടത്തിൽ കൂട്ടിയിട്ട് അവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അനുഗ്രഹം അനുഗ്രഹം എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് അവിടെ പറയുന്നത് അത് പാപമാണെന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലഘുചികിത്സ നന്നായിട്ട് വായിച്ച് പഠിച്ചോണം. യെരമ്യാവ് 8:10-11 പിന്നെ യെരമ്യാവ് 6:13-14 സ്തോത്രം. യെരമ്യാവ് 6:13-14 ലഘുചികിത്സ. സ്തോത്രം. യെരമ്യാവ് 9:10 ഈ ഭാഗം നന്നായിട്ട് നമ്മൾ വായിച്ച് പഠിച്ചോണം. 10-11 ലഘുചികിത്സ. ഇപ്പോൾ ഒരാൾക്കൊരു ക്യാൻസർ വന്നു എന്നിരിക്കട്ടെ. ക്യാൻസർ വന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഡോളാണോ കൊടുക്കുന്നത്? എടാ, അദ്ദേഹത്തിന് സ്കാനിങ്ങിന് വിധേയനാക്കി ആ ക്യാൻസറിൻ്റെ മെഷർമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് സ്റ്റേജാണോ, സെക്കൻഡാണോ, തേർഡാണോ, ഫോർത്താണോ, അത് മനസ്സിലാക്കി അതിന് പറ്റിയ റേഡിയേഷൻ, അതിന് പറ്റിയ ഹൈ ട്രീറ്റ്മെൻറ്റ് അവർ കൊടുക്കണം. എന്നാലും ഒരു പക്ഷേ മനുഷ്യനെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഒരു വിശ്വാസികളുടെ ആത്മീയ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കി ദൈവവചനത്തിലൂടെ ആ മനുഷ്യനെ എന്ത് ചെയ്യണം? പ്രബോധിപ്പിച്ച് ഉറപ്പിക്കണം.